ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 3 അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ ഉമ്മ ഇതാക്കണ ജോലിയൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉമ്മക്ക് ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ ഉമ്മ വേഗം പത്തിരിപ്പൊടി കുഴച്ച് വെച്ച് പോകാൻ തന്നിങ്ങാണ്ട് അങ്ങനെ വേഗം കുഴക്കാൻ നിന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ബോണ്ടിൻ്റെ മാവ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് എടുത്തുങ്ങാണ്ട് വേഗം ഇന്ന് ബോണ്ടാക്കി അരിച്ചങ്ങാണ്ട് വേഗം അതൊക്കെ ഉരുളാക്കിങ്ങാണ്ട് വെക്കുകയാണ്. അപ്പോൾ ഉമ്മ വേഗം സ്പീഡിൽ കുഴക്കാൻ പത്തിരിപ്പൊടി കുഴക്കാണ്. എന്താ വെച്ചാൽ കസിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്നുങ്ങാണ്ട് പിന്നെ ഒരു രണ്ടാളും കൂടി ബാങ്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഏതായാലും ഉമ്മ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് വെച്ചാലേ അപ്പോൾ ഉമ്മ വരുമ്പോഴത്തേക്കൊക്കെ പത്തിരിയൊക്കെ ചുട്ട് വെക്കുക. മോൻ ഏതായാലും ഉറങ്ങാണ്. അപ്പോൾ എണീക്കുമ്പോൾ കുറച്ച് പണി കഴിഞ്ഞാൽ അതായല്ലോ വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം പൊടിയൊക്കെ എടുത്തുങ്ങാണ്ട് വേഗം പരുത്തുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെറിയ ഉരുളാക്കി വെച്ചാണ് എനിക്കിതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് വെക്കാൻ കഴിയൽ. ഞാൻ വേഗം എന്ത് ചെയ്ത് പൊടിയൊക്കെ എടുത്ത് വേഗം ആദ്യം തന്നെ ചെറിയ ഉരുളാക്കി വെക്കും. എന്നിട്ട് എടുത്തുങ്ങാണ്ട് പരുത്തലാണ്. അങ്ങനെ പരത്തിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ മോനെണീച്ച് അങ്ങനെ പിന്നെ ഓനെ പാലൊക്കെ കൊടുത്തുങ്ങാണ്ട് ഓനെ ഉറക്കിങ്ങാണ്ട് പിന്നെ പത്തിരിയൊക്കെ ബാക്കിയുള്ളതും പരുത്തി അപ്പോൾ പരുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് ചുട്ട് വെക്കുക, എന്നിട്ട് വേറെ പണിക്കൊക്കെ പോകാൻ വിചാരിച്ചങ്ങാണ്ട് ഞാൻ വേഗം പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പത്തിരിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുമ്പോഴാണ് പഴയ കാര്യമൊക്കെ ഓർമ്മ വരിക. സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നോമ്പൊക്കെ നോട്ടി ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ആ ഒരു പത്തിരിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുന്ന സമയത്ത് നോമ്പിൻ്റെ അതൊക്കെയാണ് നോമ്പിൻ്റെ ഫീല്. അങ്ങനെ വേഗം പത്തിരിയൊക്കെ വേഗം ചുട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് ഞാൻ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് പോക്കറ്റിലേക്ക് ഉള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഇല്ലായിരുന്നു. അപ്പം അമ്മനെ വിളിച്ച് പറഞ്ഞ് ക്യാരറ്റൊക്കെ വാങ്ങി വരാൻ വേണ്ടിയിട്ട് അമ്മനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കാബേജ് അരിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയോ ഉപ്പും ഇട്ട് വെക്കുകയാണ്. കുറച്ച് നേരം ഞാനിങ്ങനെ ഇട്ട് വെക്കും. അങ്ങനെ അതിട്ടുങ്ങാണ്ട് വെച്ച് പിന്നെ ഞാൻ വേഗം ഉള്ള സവാള അരിയരിച്ച് സവാളയൊക്കെ എടുത്തുങ്ങാണ്ട് വേഗം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്യൽ. അങ്ങനെ കട്ട് ചെയ്തുങ്ങാണ്ട് അതും വെച്ച് അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുങ്ങാണ്ട് റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്കും മോന് വീണ്ടും എണീച്ച്. അങ്ങനെ മോനെ എണീച്ചങ്ങാണ്ട് പിന്നെ മോനെ കുറച്ച് നേരം ഓനായിട്ട് കുറച്ച് കളിച്ച് പിന്നെ വന്നങ്ങാണ്ട് അരിച്ച് ബോണ്ടൊക്കെ ഒക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് ആ ബോണ്ടൊക്കെ വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴയ്ക്കുകയാണ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാവൊക്കെ കുഴച്ചിട്ട് വേഗം പൊരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴത്തേക്കും പിന്നെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വന്നപ്പോൾ ക്യാരറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അത് അരിഞ്ഞങ്ങാണ്ട് ഞാൻ വേഗം ബ്രെഡ് പോക്കറ്റിനുള്ള പച്ചക്കറിയൊക്കെ വേഗം മിക്സ് ചെയ്തങ്ങാണ്ട് വെച്ച് പിന്നെ അതിനുള്ള ബ്രെഡൊക്കെ റെഡിയാക്കുകയാണ്. ഞാനിങ്ങനെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്തങ്ങാണ്ട് പിന്നെ അതിങ്ങനെ ഒട്ടിച്ച് എടുക്കലാണ്. അത് ഞാൻ മൈദാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. അപ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്ത് ഈ ചൂടിനൊരാശ്വാസമായിട്ട് നല്ലൊരു മഴ അങ്ങനെ കിട്ടി. അങ്ങനെ അമ്മ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് അപ്പോൾ ഞാൻ ബ്രെഡ് പോക്കറ്റിലേക്ക് ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ ഞാൻ വിളിച്ച് തന്നാൽ ബോണ്ട പൊരിക്കാമെന്ന്. അങ്ങനെ ബോണ്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിൽ. അപ്പോൾ ചേച്ചിനോട് സംസാരിക്കുന്നതിൽ അതിൽ ഓയിലും അതേപോലെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തെങ്ങാണ്ട് ആവശ്യമായി. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ഫുൾ പതായിപ്പോയി. ഓയിലാന്ന് കരുതിയിട്ട് ഒഴിച്ചതാണ്. രണ്ടും സെയിം ഒരേപോലത്തെ ബോട്ടിലാണ് മാക്കി വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാറിപ്പോയതാണ് സംഭവം. അങ്ങനെ ബ്രെഡ് പോക്കറ്റിനുള്ള ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി അതൊക്കെ പിന്നെ ഫില്ല് ചെയ്ത് കണ്ട് വെച്ച് പിന്നെ നോമ്പെടുക്കാനുള്ള സമയമായി. അങ്ങനെ റാഹത്തായിട്ട് നമ്മൾ 3ാമത്തെ നോമ്പും തുറന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മോനെ എടുത്തിട്ടായിരുന്നു നോമ്പൊക്കെ തുറക്കാതിരുന്നത്. അവനൊന്നും കഴിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡൊക്കെ വന്ന ശേഷം പിന്നെ പത്തിരിയും കറിയൊക്കെ കഴിച്ച് അങ്ങനെ ഇത് കഴിച്ച് പിന്നെ ഞാൻ അത്താഴത്തിന് അങ്ങനെ എണീക്കാറില്ല. എണീച്ചിട്ട് വെള്ളം മാത്രമാണ് കുടിക്കാറ്. അങ്ങനെ ഇതാക്കണ നമ്മൾ 3ാമത്തെ നോമ്പ് അങ്ങനെ കംപ്ലീറ്റ് ആയി.